தெய்வநாமம் மகத்துவம் உண்டாகட்டே. பிதாவாகிய தெய்வத்தாலும் புத்திரனாய இயேசு கிறிஸ்துவினாலும் பரிசுத்த ஆத்மாவினாலும் നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളതാണ്. ഈ ദിവസത്തിലെ നിങ്ങളോട് പകരേൽക്കുന്ന വചനം യുദ്ധം കർത്താവിനുള്ളതാണ്. പുറപ്പാട് 14 അധ്യായം 14 വചനം. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മീൻതിരക്കിൻ എന്നു പറഞ്ഞു. ഈ വചനത്തിലെ നാം കാണുന്ന വിഷയം യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ എന്ന് ഈ വചനം വേദപുസ്തകത്തിലെ പുറപ്പാടിലെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിന്റെ മുഖാന്തരമായിട്ട് നാം ഒരു കാര്യത്തെ നോക്കിക്കൊള്ളണം. യുദ്ധം കർത്താവിനുള്ളതാണ്, നമ്മുടെ യുദ്ധമല്ല. നാം ഈ ലോകത്തിലെ ആത്മരീകമായിട്ടും ശരീരപ്രകാരമായിട്ടും രണ്ട് വിധമായിട്ടുള്ള യുദ്ധങ്ങളുണ്ട്. രണ്ട് തരത്തിലുള്ളത് യുദ്ധങ്ങൾ. ജഡത്തിലും ആത്മാവിലും നമുക്ക് പോരാട്ടങ്ങൾ ഉണ്ട്. ജഡത്തിനായിട്ട് നാം നോക്കുമ്പോൾ നമ്മളെ കാണുന്നവർ നമ്മളെ മോശകരമായിട്ട് വാക്കുകൾ പറയാം. ചിലർ നമ്മളെ അടിക്കാൻ അനേക സാധ്യങ്ങൾ ചെയ്യാം. അത് മാത്രമല്ല, ആത്മാവിൻ മുഖാന്തരമായിട്ട് നോക്കുമ്പോൾ ചിന്തയിലും അല്ലെ മനസ്സിലെ കുഴപ്പങ്ങളും ഭയങ്ങളും, അത് മാത്രമല്ല മനസ്സിലെ ഒരു പോരാട്ടങ്ങൾ വരാം. ഇത് ആത്മാവി രീതിയായിട്ടുള്ള പോരാട്ടം. അപ്പോ പക്ഷേ ബൈബിൾ என்ன പറയുന്നത്? രണ്ടുമുള്ള യുദ്ധത്തെ കുറിച്ച് നമുക്ക് വേദപുസ്തകം പറയുന്നത് എഫേസ്യർ 6 അധ്യായം 11 തൊട്ട് 13 വരെയിലുമുള്ള വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് ജഡത്തും രക്തത്തോടും അല്ല യുദ്ധം, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും നമുക്ക് പോരാട്ടം. അടുത്ത വചനം, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതെന്നോ ദൈവത്തിന്റെ സർവായുധ വർഗവും ധരിച്ചുകൊള്ളുവിൻ. ദൈവത്തിന്റെ സർവായുധ വർഗത്തെ നാം ധരിക്കുമ്പോൾ സാത്താനെ നാം എതിർത്ത് നിൽക്കാം. അതേക്കുറിച്ച് നാം നോക്കുമ്പോൾ അത് ആ വചനത്തിലെ ഡീപ്പായിട്ട് ഇപ്പോൾ നമുക്ക് സമയമല്ല. ആ എഫേസ്യർ 6 അധ്യായം 11 തൊട്ട് 13 அதுக்கு കീഴുള്ള വചനങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ആ ദൈവത്തിന്റെ സർവായുധ വർഗത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കാം. നമുക്ക് പോരാട്ടം വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടുമേ പോരാട്ടം. നമുക്ക് ഈ ലോകത്തിൽ നോക്കുന്ന മനുഷ്യരോട് നമുക്ക് പോരാട്ടമല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് നാം നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് മത്തായിയുടെ സുവിശേഷം 5 അധ്യായം 44 വചനം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വിഷയമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നാം എതിരായിട്ട് ഇരിക്കുന്നവർ നമുക്ക് ശത്രു അല്ല. നമുക്ക് എതിരായിട്ട് നോക്കുന്ന മനുഷ്യർ നമുക്ക് ശത്രു അല്ല. നമുക്ക് പിൻബലമായിട്ട് ഇരിക്കുന്നത് സാത്താനാണ്. സാത്താനെ നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു ശത്രു. അപ്പോൾ നമ്മുടെ പോരാട്ടം ജഡത്തോടെയും രക്തത്തോടെയും അല്ല. ഇതിലിരുന്ന് നാം മുഖ്യമായിട്ട് പ്രധാനമായിട്ട് അറിഞ്ഞുകൊള്ള വേണ്ടിയ വിഷയം, നാം പ്രാർത്ഥനയിലെ പോരാടണം. ദാനിയേൽ 3 സമയം പ്രാർത്ഥനയിലും ഉപവാസിച്ച് പ്രാർത്ഥന ചെയ്തു. പിറகு മൈക്കിളിന്റെ ഏഞ്ചൽ മുഖാന്തരമായിട്ട് ദൈവത്തിന്റെ ഉത്തരം വന്നു. മൈക്കിളായിട്ടിരിക്കുന്ന ദൈവദൂതർ എന്നെ പറഞ്ഞു, ഞാന് സാത്താനോട് പോരാടി, പിശാസിനോട് പോരാടി, നീ പ്രാർത്ഥനയ്ക്ക് മുട്ടുകൂർത്തി പ്രാർത്ഥിക്കുന്ന മുൻപിലെ നീ എന്നെ പ്രാർത്ഥിക്ക ഇരിക്കുന്ന വിഷയം എന്നെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ദാനിയേൽ, നീ എന്നെ ചെയ്യണം. ദാനിയേൽ എന്നെ ചെയ്ത് 3 പ്രാവശ്യം 3 സമയവും മുട്ടുകുർത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ നാം പ്രാർത്ഥനയിലെ പോരാടണം. നമുക്കെതിരായിട്ട് പ്രവൃത്തികൾ നടത്തുന്നത് അശുദ്ധ ആത്മാവും യാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികൾ സാത്താന്റെ കൂട്ടത്തോടും നമുക്ക് വലിയ പോരാട്ടമുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയ ജനമേ, ഈ വചനത്തിലെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ പോരാട്ടം മനുഷ്യരോടെ അല്ല, സാത്താനോടെ പോരാട്ടം. ആത്മരികമായിട്ടുള്ള പോരാട്ടമേ വലിയത്. ജഡത്തിനായിട്ടുള്ള പോരാട്ടം വലിയതല്ല. ജഡത്തിനായിട്ടുള്ളത് പോരാട്ടം അത് വെളിപ്രകാരമായിട്ട് അത് അത്ര
ശക്തിയുള്ളതായിട്ടല്ല, ആത്മാവിലൂടെ പോരാടുന്നത് വലിയ ശക്തിയുള്ളതായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നാം കർത്താവിന്റെ സന്നിധിയിലെ നമ്മളെ താഴ്ത്തി, കർത്താവേ, എനിക്ക് എതിരായിട്ട് ഇരിക്കുന്നവർ മനുഷ്യരല്ല, ഞാൻ മനുഷ്യരോട് ഏതെങ്കിലും സംസാരിച്ചിരുന്നാൽ அல்லது പോരാടി ഇരുന്നാൽ എന്നെ ക്ഷമിക്കുക ദൈവമേ. ഞാൻ എന്റെ പോരാട്ടം മനുഷ്യരോടല്ല, ദൈവത്തിനോട്, ക്ഷമിക്കുക, ദൈവത്തിനോടല്ല, അശുദ്ധ ആത്മാവികളോട്, സാത്താന്റെ കൂട്ടത്തോടെ നമ്മുടെ പോരാട്ടം ഇരിക്കുന്നത്. അപ്പോൾ ഒരു തീരുമാനം ചെയ്തിട്ട് നാം മനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിലെ നമ്മളെ താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ പോരാട്ടം വലിയതാണ്. ഈ യുഗങ്ങളായിട്ട് ഇരിക്കുന്ന ഈ പോരാട്ടം നമ്മുടെ കാലത്തിലെ മാത്രമല്ല, ആദാമേവാൾ സന്ധിച്ച அல்லது നോക്കിട്ട പോരാട്ടമേ ഇപ്പോൾ നാം പോരാടിക്കൊണ്ടിരിക്കുന്നത്. പിശാചോടും സാത്താന്റെ കൂട്ടാളികളോടും നമുക്ക് വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ യുദ്ധത്തിലെ നാം വിജയം എടുക്കണമെങ്കിൽ ദൈവത്തിന്റെ സർവായുധ വർഗത്തെ ധരിച്ചുകൊണ്ട് സാത്താനെ ജയിക്കാം. നമുക്ക് ദൈവം പരിശുദ്ധാത്മാവിന്റെ ബലത്തെ നൽകാം. ഈ തിരുവചനം മുഖാന്തരമായിട്ട് ദൈവത്തിന്റെ നാമം മഹത്വമുണ്ടാകട്ടെ. ആമേൻ.